ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വുമൺ വർക്ക് എന്നുള്ളൊരു കവിതയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പേര് പോലെ തന്നെ സ്ത്രീകളുടെ വർക്കിനെ കുറിച്ചിട്ടാണ്. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വീട്ടിലുള്ള അമ്മമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെയും ചെയ്തു തീർക്കേണ്ട ഭാരിച്ച ജോലികളുടെയും ഒരു സമഗ്ര വിവരണമാണ് ഈ കവിതയിലൂടെ കവയത്രി നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വന്തം വീടുകളിലെ പണികളും മക്കളെ പോറ്റുന്നതും അവർക്കാവശ്യമായത് അതതു നേരങ്ങളിൽ നൽകുന്നതും അമ്മമാരാണ് എന്ന പൊതു സത്യം കവി അടിവരയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു കവിത നമ്മളെ ഓർമ്മിക്കുന്നത് നമ്മുടെ അമ്മമാരെ കുറിച്ചിട്ടാണ്. കഷ്ടപ്പാടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അവർക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു കവിതയാണിത്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളും അവരുടെ ആ ഒരു ഫീലിങ്സും ഒക്കെയാണ് ഈ കവിതയിലൂടെ കവയത്രി നമുക്ക് കാണിച്ചു തരുന്നത്. ഈ കവിതയുടെ ഓതർ മായ ആഞ്ചലോണ്. അവർ ഒരു അമേരിക്കൻ ഓതറാണ്, പോയറ്റാണ്, ഡാൻസറാണ്, ആക്ട്രസ്സാണ്, സിംഗറാണ്. അവർ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയപ്പെടുന്നത് അവരുടെ ഒരു കവിതയുണ്ട്, ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് എന്നുള്ളതിലൂടെയാണ്. ഇനിമേ നമുക്ക് ഈ കവിതയിലേക്കൊന്ന് വരാം. ഐ ഗോട്ട് ദ ചിൽഡ്രൻ ടു ടെൻഡ്, ദ ക്ലോത്ത്സ് ടു മെൻഡ്, ദ ഫ്ലോർ ടു മോപ്പ്, ദ ഫുഡ് ടു ഷോപ്പ്, ദെൻ ദ ചിക്കൻ ടു ഫ്രൈ, ദ ബേബി ടു ഡ്രൈ. I got company to feed, the garden to weed, I got shirts to press. ഇതിലെ ഫസ്റ്റ് ലൈനിൽ തന്നെ എന്താണ് പറയുന്നത്? I got the children to tend. എനിക്ക് പരിപാലിക്കാൻ കുട്ടികളെ കിട്ടിയിട്ടുണ്ട്, അതായത് അവർക്ക് കുട്ടികളുണ്ട്, അവരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. The clothes to mend. എനിക്ക് അലക്കാൻ, അതായത് കഴുകാൻ വസ്ത്രങ്ങളുണ്ട്, അതായത് വാഷിംഗ് ഒക്കെ എടുക്കണം, ജോലിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. The floor to mop. നമുക്ക് തുടക്കുവാൻ എന്തുണ്ട്? തറകളുണ്ട്. ദ ഫുഡ് ടു ഷോപ്പ്. കടയിലേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ദെൻ ദ ചിക്കൻ ടു ഫ്രൈ. അതിനുശേഷം എന്താണ്? ചിക്കൻ ഫ്രൈ ചെയ്യുവാനുണ്ട്. ദ ബേബി ടു ഡ്രൈ. ബേബിയെ തുടക്കുവാനുണ്ട്, അതായത് കുട്ടിയെ കുളിപ്പിച്ചിട്ടൊക്കെ ഒന്ന് തുടച്ച് എടുത്ത് അവരെ ഒരുക്കുവാനുണ്ട്. ഐ ഗോട്ട് കമ്പനി ടു ഫീഡ്. എനിക്ക് ഭക്ഷണം കൊടുക്കേണ്ടതായ ആളുകളുണ്ട്, അതായത് അതിഥികളെ ഒരുപാട് സൽക്കരിക്കാനുണ്ട്. ദ ഗാർഡൻ ടു വീഡ്. വീഡ് എന്ന് പറയുന്നത് കളകളൊക്കെ കേട്ടോ. അപ്പോൾ കളകളൊക്കെ പറിച്ചെടുത്ത് ഗാർഡൻ നന്നാക്കുവാനുണ്ട്. ഐ ഗോട്ട് ഷർട്ട്സ് ടു പ്രസ്. പ്രസ് എന്ന് പറയുന്നത് ഇവിടെ അയൺ ചെയ്യുന്നതിനാണ്. അപ്പോൾ എനിക്ക് ഷർട്ടുകൾ അയൺ ചെയ്യുവാനുണ്ട്. ഇനി നമുക്ക് അടുത്ത ലൈൻസ് നോക്കാം. ദ ടോഡ്സ് ടു ഡ്രസ്, ദ ക്യാൻ ടു ബി കട്ട്, ഐ ഗോട്ട് ക്ലീൻ അപ്പ് ദിസ് ഹാർട്ട്, ദെൻ സീ അബൌട്ട് ദ സീക്ക് ആൻഡ് ദ കോട്ടൺ ടു പിക്ക്. ഇവിടെ ആദ്യം ദ ടോഡ്സ് എന്ന് പറഞ്ഞ്, ടോഡ്സ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് കേട്ടോ. ഇവിടെ ഒരു സ്റ്റാർ ചിഹ്നം തന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ താഴെ ഉണ്ടല്ലോ, വെരി യങ് ചൈൽഡിനെയാണ് ടോഡ്സ് എന്ന് പറയാം. ദ ടോഡ്സ് ടു ഡ്രസ്സ്, ആ കുട്ടിയെ വസ്ത്രം ധരിപ്പിക്കുവാനുണ്ട്. ദ ക്യാൻ ടു ബി കട്ട്. ക്യാൻ എന്ന് പറയുന്നത് ഷുഗർ ക്യാൻ ആണ് കേട്ടോ, കരിമ്പ് കട്ട് ചെയ്യുവാനുണ്ട്. ഐ ഗോട്ട ക്ലീൻ അപ്പ് ദിസ് ഹട്ട്. ഗോട്ട എന്ന് പറയുന്നത് ഹൗ ഗോ ടു, എനിക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് കേട്ടോ. ആ നാട്ടിലെ ഒരു സംസാര ഭാഷയാണ് ഗോറ്റ, വെന്ന എന്നൊക്കെ. വാണ്ടർ ടു എന്നുള്ളതിന് വെന്ന എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഐ ഹൗ ഗോ ടു എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം. ക്ലീൻ അപ്പ് ദിസ് ഹട്ട്. ഈ വീട് എനിക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ സീ അബൌട്ട് ദ സിക്ക്. അസുഖമുള്ളവരെ കാണേണ്ടതായിട്ടുണ്ട്, രോഗികളെ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. കോട്ടൺ ടു പിക്ക്. പരുത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ലൈനിൽ കവയത്രി എന്താണ് പറയുന്നത്? ഒരു സ്ത്രീ ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇനി ആ സ്ത്രീയുടെ ഫീലിങ്സ് ആണ് അടുത്ത ലൈനിൽ പറയാൻ പോകുന്നത്. അടുത്ത ലൈൻ എടുക്കുന്നതിന് മുന്നേ നമുക്കൊരു വർക്ക് ചെയ്യാം. ആക്ടിവിറ്റി 2 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 60 അതിലുണ്ട്. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രോം ദ പോം വുമൺ വർക്ക്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ലൈൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മളോട് പറയുന്നുണ്ട് ദ വേർഡ് ടെൻറ്റ് ഇൻ ലൈൻ 1 ആൻഡ് മെൻറ്റ് ഇൻ ലൈൻ 2 എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. അതായത് ഇതിലുള്ള ഫസ്റ്റ് ലൈനിലുള്ള ടെൻറ്റും സെക്കൻഡ് ലൈനിലുള്ള മെൻറ്റും ഒരേ സെയിം എൻഡിങ് സൗണ്ടാണ് അല്ലേ. ദേ ആർ റൈമിംഗ് വേർഡ്സ്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് അറിയാലോ? ഒരു കവിതയിലെ ലൈനിൽ അവസാനം ഒരുപോലെ സൗണ്ടുകൾ വരുന്നതിനാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഒരുപാട് റൈമിംഗ് വേർഡ്സ് ഉണ്ട്, അത് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ടെൻറ്റ് മെൻറ്റ്, മോപ്പ് ഷോപ്പ്, ഫ്രൈ ഡ്രൈ, ഫീഡ് വീഡ്, പ്രസ് ഡ്രസ്, കട്ട് ഹട്ട്, സീക്ക് പിക്ക്,
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് റൈമിംഗ് വേർഡ് കണ്ടെത്തേണ്ടതെന്ന്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലൈനിലേക്ക് വരാം. ഇനി സ്ത്രീയുടെ ഫീലിങ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, അതിനെ കുറിച്ചിട്ട് നോക്കാം. ഷൈൻ ഓൺ മീ സൺഷൈൻ, റെയിൻ ഓൺ മീ റെയിൻ, fall softly dewdrops and cool my brow again. കവയത്രി പറയുകയാണ്, ഈ സ്ത്രീ പറയുന്നു, ഷൈൻ ഓൺ മീ സൺഷൈൻ, സൂര്യപ്രകാശമേ എൻ്റെ മേൽ പ്രകാശിക്കൂ. റെയിൻ ഓൺ മീ റെയിൻ, മഴയെ എൻ്റെ മേലൊന്ന് വർഷിക്കൂ. ഫോൾ സോഫ്റ്റ്ലി ഡ്യൂ ഡ്രോപ്സ്, മഞ്ഞു കണങ്ങളെ എൻ്റെ മേൽ സാവകാശമൊന്ന് വീഴൂ. ആൻഡ് കൂൾ മൈ ബ്രോ എഗെയിൻ, എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കൺപിരികങ്ങളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എന്താ പറയുന്നത്? സ്റ്റോം ബ്ലോ മീ ഫ്രം ഹിയർ വിത്ത് യുവർ ഫിയർസസ്റ്റ് വിൻഡ്, ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദ സ്കൈ ടിൽ ഐ ക്യാൻ റെസ്റ്റ് അഗൈൻ. ഇനി സ്റ്റോമിനോട് പറയണം, നല്ല കൊടുങ്കാറ്റ്, ബ്ലോ മീ ഫ്രം ഹിയർ, ഇവിടെ നിന്ന് എന്നെ ഒന്ന് ബ്ലോ ചെയ്യൂ, അതായത് എടുത്തു കൊണ്ടുപോകൂ. വിത്ത് യുവർ ഫിയർസസ്റ്റ് വിൻഡ്, നിന്റെ ആ ഒരു ശക്തിയേറിയ കാറ്റിനാൽ. ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദ സ്കൈ, ഞാനൊന്ന് ആകാശത്തിന് കുറുകെ ഒഴുകി നടന്നോട്ടെ. ടിൽ ഐ ക്യാൻ റെസ്റ്റ് അഗെയിൻ, വീണ്ടും ഒരു വിശ്രമം വരുന്നത് വരെ, അതായത് ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ എന്നാണ് ഇവിടെ ആ ഒരു വുമൺ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ലൈൻ നോക്കാം. Fall gently snowflakes, cover me with white cold icy kisses and let me rest tonight. Fall gently snowflakes, എൻ്റെ മേൽ പതുക്കെ വീഴും മഞ്ഞു പാളികളെ. സ്നോഫ്ലേക്ക് പറഞ്ഞാൽ മഞ്ഞു പാളികൾ. കവർ മീ വിത്ത് വൈറ്റ്, എന്നെ വെള്ളയാൽ മൂടൂ. എങ്ങനെ? കോൾഡ് ഐസി കിസസ്, നല്ല തണുത്ത ചുംബനങ്ങളാൽ എന്നെ ഒന്ന് കവർ ചെയ്യൂ. ആൻഡ് ലെറ്റ് മീ റെസ്റ്റ് ടുനൈറ്റ്, ഇന്ന് രാത്രിയെങ്കിലും ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, റെസ്റ്റ് എടുക്കാൻ എന്നെ ഒന്ന് അനുവദിക്കൂ. സൺ, റെയിൻ, curving sky, mountain, oceans, leaf and stone, star shine, moon glow, you are all that I can call my own. സൂര്യൻ, മഴ, ചക്രവാളം, പർവ്വതം, സമുദ്രം, അതുപോലെ തന്നെ ഇല, കല്ല്, താരശോഭ, ചന്ദ്രതിളക്കം, ഇവയൊക്കെയാണ് എൻ്റേതെന്ന് വിളിക്കാൻ പറ്റുന്നത്. അതായത് എൻ്റേതെന്ന് വിളിക്കാവുന്നത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ കവിതയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഒരു സ്ത്രീയുടെ രോദനമാണ് അല്ലേ, അവൾ അനുഭവിക്കേണ്ടുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ അവളുടെ മനസ്സിലുള്ള ഫീലിങ്സും. അവസാനം അവൾ താൻ ഒറ്റയ്ക്കാണ്, തനിക്ക് കൂട്ടായി ഈ പ്രകൃതി മാത്രമേ ഉള്ളൂ, ഒക്കെയാണ് ആ ഒരു സ്ത്രീക്ക് തൻ്റേതെന്ന് പറയാനുള്ളൂ. ബാക്കി ആരും തൻ്റെ കൂടെ ഇല്ല എന്നാണ് നമ്മുടെ കവയത്രി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ വിക്ടേഴ്സിലെ 2 ക്ലാസ്സുകൾ കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർക്കിലേക്ക് വരാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 59-ലുണ്ട്. ലുക്ക് അറ്റ് ദ ലൈൻസ് ഗിവൺ ബിലോ. Fall gently snowflakes, cover me with white cold icy kisses and let me rest tonight. ഇവിടെ മഞ്ഞുപാളിയോട് ഒരു ഫ്രണ്ടിനെ പോലെയാണ് ആ സ്ത്രീ സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സ്ത്രീ ആ ഒരു മഞ്ഞുപാളിയെ ഒരു മനുഷ്യനെ പോലെ താരതമ്യം ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പം മനുഷ്യനല്ലേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ, മറ്റുള്ള വസ്തുക്കൾക്കൊന്നും സംസാരിക്കാൻ സാധിക്കയില്ല. പക്ഷേ മനുഷ്യൻ്റെ ക്വാളിറ്റി മറ്റുള്ള വസ്തുക്കളിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് അവരെ ഫ്രണ്ടായിട്ടാണ് ഇവിടെ സംസാരിച്ചത്. സോ ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. സോ ഇവിടെ മഞ്ഞുപാളിയെ ഇതുപോലെ പറഞ്ഞു. ഇവിടെ മഞ്ഞുപാളിയോട് വുമൺ പറയുന്നുണ്ട്, എന്നെ നിന്റെ തണുത്ത ആ ഒരു ചുംബനത്താൽ മൂടൂ എന്ന് പറഞ്ഞ് ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിക്കുന്നുണ്ട്. ഇതുപോലുള്ള മറ്റുള്ള എക്സാമ്പിൾസ് ഈ കവിതയിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക എന്നാണ് നിങ്ങൾക്കുള്ള വർക്ക്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. എക്സാമ്പിൾ നിങ്ങളുടെ പോയത്തിൽ തന്നെയുണ്ട്. ഷൈൻ ഓൺ മീ സൺഷൈൻ, റെയിൻ ഓൺ മീ റെയിൻ, ഫോൾ ജെന്റ്ലി ഡ്യൂ ഡ്രോപ്സ് ആൻഡ് കൂൾ മൈ ബ്രോ അഗൈൻ. ഇവിടെ സൺഷൈനെ പേഴ്സണിഫൈ ചെയ്തു, റെയിനെ പേഴ്സണിഫൈ ചെയ്തു, ഡ്യൂ ഡ്രോപ്സിനെയും പേഴ്സണിഫൈ ചെയ്തു. ഇനി വേറൊരു ലൈൻ നോക്കിയാലോ. ഇവിടെ സ്റ്റോം ബ്ലോ മീ ഫ്രം ഹിയർ വിത്ത് യുവർ ഫിയർസസ്റ്റ് വിൻഡ് അല്ലേ. ഇവിടെ സ്റ്റോമിനെ പേഴ്സണിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ലൈൻ നോക്കാം. സൺ, റെയിൻ, curving sky, mountain, oceans, leaf and stone,
സ്റ്റാർ ഷൈൻ, മൂൺ ഗ്ലോ, യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ. ഇവിടെ നിങ്ങളെല്ലാവരും എൻ്റേതാണെന്ന് പറയുന്നുണ്ട് അല്ലേ. മനുഷ്യരോടാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ സ്വന്തമാണെന്ന് പറയാറില്ലല്ലോ. അപ്പോൾ ഇവിടെയും ഈ വസ്തുക്കളെയെല്ലാം, ഈ സണ്ണിനെയും റെയിനെയും കേവിൻ സ്കൈയെയും ഒക്കെ, മൗണ്ടെയിനെയും ഓഷ്യൻസിനെയും ലീഫിനെയും സ്റ്റോണിനെയും സ്റ്റാർ ഷൈൻ, മൂൺ ഗ്ലോ ഇവയെല്ലാം തന്നെ പേഴ്സണിഫൈ ചെയ്ത് കവയത്രി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മറ്റൊരു വർക്ക് കൂടെ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 61 എടുക്കുക. ആക്ടിവിറ്റി 4. റോബിൻ ക്ലൈൻ എഴുതിയിട്ടുള്ള അമൻഡ എന്നുള്ള കവിതയിലെ കുറച്ച് ലൈൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പം നമുക്കിതിൻ്റെ മീനിങ്സ് നോക്കാം. ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ് അമൻഡ. അമൻഡ, നീ നിന്റെ നഖം കടിക്കരുത്. ഡോണ്ട് ഹഞ്ച് യുവർ ഷോൾഡേഴ്സ് അമൻഡ. അമൻഡ, നിന്റെ ചുമലുകൾ ഇങ്ങനെ ഇടയ്ക്ക് തട്ടരുത്. സ്റ്റോപ്പ് ദാറ്റ് സ്ലോച്ചിങ് ആൻഡ് സിറ്റ് അപ്പ് സ്ട്രൈറ്റ് അമൻഡ. അമൻഡ, നീ ഇങ്ങനെ മടി പിടിച്ച് കിടക്കാതെ ശരിക്കിരിക്കൂ. ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക് അമൻഡ. അമൻഡ, നീ നിന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ? ഡിഡ് യു ടൈഡി യുവർ റൂം അമൻഡ. അമൻഡ, നിന്റെ റൂം നീ വൃത്തിയാക്കിയോ? ഐ തോട്ട് ഐ ടോൾഡ് യു ടു ക്ലീൻ യുവർ ഷൂസ് അമൻഡ. ഞാൻ വിചാരിക്കുന്നു നിന്റെ ഷൂസ് നിന്നോട് ക്ലീൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഡോണ്ട് ഈറ്റ് ദാറ്റ് ചോക്ലേറ്റ് അമൻഡ. അമൻഡ, ആ ചോക്ലേറ്റ് നീ കഴിക്കരുത്. റിമെമ്പർ യുവർ ആക്കിൻ അമൻഡ. അമൻഡ, നിന്റെ മുഖക്കുരുവിനെ കുറിച്ച് നീ ഓർക്കോ? വിൽ യു പ്ലീസ് ലുക്ക് അറ്റ് മീ വെൻ ഐ ആം സ്പീക്കിംഗ് ടു യു അമൻഡ. നിന്നോട് ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ നീ നോക്കൂ അമൻഡ. സ്റ്റോപ്പ് ദാറ്റ് സൾക്കിംഗ് അറ്റ് വൺസ് അമൻഡ. ഇങ്ങനെ വിമുഖയായിട്ട് ഇരിക്കാതിരിക്കൂ. യു ആർ ആൾവേസ് സോ മൂഡി അമൻഡ. അമൻഡ, നീ എല്ലായ്പ്പോഴും ഇങ്ങനെ മൂഡിയായിട്ടാണ് ഇരിക്കുന്നത്, അതായത് സങ്കടത്തോടെയാണ് ഇരിക്കുന്നത്. എനിവൺ വുഡ് തിങ്ക് ദാറ്റ് ഐ നാഗ്ഡ് അറ്റ് യു അമൻഡ. ആരെങ്കിലും വിചാരിക്കും ഞാൻ നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന്. വാട്ട് ഡു ദീസ് ലൈൻസ് റിമൈൻഡ് യു. നിങ്ങൾക്ക് ഈ ലൈൻസ് ഒക്കെ കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? ഡോണ്ട് യുവർ പാരൻസ് ഗിവ് യു എ ലോട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. നിങ്ങളുടെ പാരൻസും ഇതുപോലെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തരാറില്ലേ? റൈറ്റ് ഡൗൺ എ ലിസ്റ്റ് ഓഫ് തിങ്സ് ദാറ്റ് യുവർ പാരൻസ് എൽഡേഴ്സ് ആസ്ക് യു ടു ഡു ഓർ നോട്ട് ടു ഡു. ഡൂസ് ആൻഡ് ഡോൺസ് അറ്റ് ഹോം. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ഡൂസ് ആൻഡ് ഡോൺസ് അറ്റ് സ്കൂൾ. സ്കൂളിൽ നിന്ന് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. നിങ്ങൾക്കുള്ളൊരു വർക്ക് എന്ന് പറയുന്നത് ബോത്ത് ദ വുമൺ ഇൻ ആഞ്ചലോസ് വുമൺ വർക്ക് ആൻഡ് റോബിൻ ക്ലൈൻസ് അമൻഡ ലാക്ക് ഫ്രീഡം. കമൻറ്റ് ഓൺ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ കവിതയിൽ മായ ആഞ്ചലോസിൻ്റെ നമ്മൾ പഠിച്ച വുമൺ വർക്ക് എന്നുള്ള കവിതയിൽ ഒരു സ്ത്രീയുണ്ട്. അതുപോലെ തന്നെ റോബർട്ട് ക്ലൈൻസ് എന്നുള്ളതിൽ ഒരു ഗേൾ ഉണ്ട് അല്ലേ, അമൻഡ. ഇതിലെ രണ്ട് കഥാപാത്രങ്ങൾക്കും സ്വാതന്ത്ര്യമില്ല. അവർ രണ്ടുപേരും ഓരോ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വുമൺ വർക്കിലെ സ്ത്രീ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഒരു സമയവും അവൾക്ക് റെസ്റ്റ് ഇല്ല. ഇതിലെ ഗേളിനാണെങ്കിലോ വീട്ടിൽ വന്നാലും സ്കൂളിൽ പോയാലും എല്ലാം തന്നെ എല്ലാവരുടെയും ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ അമൻഡയ്ക്ക് ലഭിക്കുന്നത്. സോ ഇവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെ തന്നെ ഒരേ ദുരിതം അനുഭവിക്കുന്നവരാണെന്ന് പറയാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു റൈറ്റപ്പ് എഴുതാനാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഡിയർ ചിൽഡ്രൻ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം സ്ത്രീകളുടെ കഷ്ടപ്പാടിനെ കുറിച്ചിട്ടാണ്. ഇതുപോലുള്ള ഓരോ സ്ത്രീകളും നമ്മുടെ വീട്ടിലുമുണ്ട് അല്ലേ, നമ്മുടെ അമ്മമാരുണ്ട്. സോ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ അമ്മമാരെ സഹായിക്കുക, അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും മനസ്സിലാക്കുക. ഇതാണ് ഈ ഒരു കവിതയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളൊരു പാഠം. എനിവേ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.